मिजो जानता है? मिजो मिजो नहीं जानता है। क्यों? पता नहीं है। मिजोरम में तो फर्स्ट टाइम है। നോർത്ത് ഈസ്റ്റിലൂടെയുള്ള യാത്ര മിസോറാമിലെത്തി നിൽക്കുകയാണ്. ഇന്നലെ ത്രിപുരയിലെ പനിസാഗർ വഴിയാണ് ഒരു ട്രക്കിൽ ഞാൻ അതിർത്തി കടന്നത്. ദാംചര എന്ന ത്രിപുരയുടെ ഭാഗത്തു നിന്നും ഇതുപോലൊരു ബെയിലി പാലം വഴിയാണ് കാൺമൂൺ എന്ന് വിളിക്കുന്ന മിസോറാമിലെ ഭാഗത്തേക്ക് എത്തുന്നത്. കഷ്ടിച്ച് 300 മീറ്റർ മാറിയപ്പോഴേക്കും ഭാഷയും വേഷവും സംസ്കാരവും ഒക്കെ മാറി. ദാംചരയിൽ വേഷം കൊണ്ട് തിരിച്ചറിയുന്ന റിയാങ് ഗോത്ര വിഭാഗങ്ങളുടെ അധിവാസ മേഖലയാണ്. കാൺമൂൺ ആയപ്പോഴത്തേക്കും അത് മോഡേൺ വസ്ത്രം ധരിച്ച മിസോകളുടെ ഭാഗമായി. സാധാരണഗതിയിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു കൾച്ചറൽ കലർപ്പ് കാണാറുണ്ട്. പാറശാല കടന്ന് മാർത്താണ്ഡത്ത് എത്തുമ്പോഴും യു പിയിൽ നിന്ന് നേപ്പാൾ അതിർത്തി കടക്കുമ്പോഴും ഇത് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. അതേസമയം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ അങ്ങനെ ഒരു കലർപ്പ് കാണുകയുമില്ല. ഹൈന്ദവത എന്ന് ഇന്ന് നാം കരുതുന്ന ഇന്ത്യൻ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ് സാധാരണ ഈ കലർപ്പ് കാണാൻ സാധിക്കുന്നത്. ത്രിപുരയിൽ ഇന്ത്യൻ കൾച്ചർ മേൽക്കൈ നേടുകയും മിസോറാം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നും കരുതാം. ഇന്ന് കുറച്ചധികം പ്രയാസപ്പെട്ടാണ് ഐസോളിലേക്ക് ഒരു ഷെയർ ടാക്സി ലഭിച്ചത്. മിസോറാമിൽ കയറിയത് പിന്നെ ഭാഷ എനിക്കൊരു പ്രശ്നമാകുന്നുണ്ട്, പ്രത്യേകിച്ചും ആളുകളുടെ പേരുകളും സ്ഥലനാമങ്ങളുടെ ഉച്ചാരണവും. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി വായിച്ച് പറയുന്നതല്ല കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത്. മിസോ അക്ഷരങ്ങളുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ബലം കൊടുത്താൽ പോലും വാക്ക് തന്നെ മാറുന്നുണ്ട്. ഉദാഹരണമായി ഐസ്വാൾ എന്നാണ് ഞാൻ പറയുന്നത്, സ്പെല്ലിംഗ് AIZAWAL. എന്നാൽ മിസോകൾ ഇത് ഉച്ചരിക്കുന്നത് ഐസോൾ എന്നാണ്. അതായത് മിസോ അക്ഷരമാരിൽ AW എന്നത് ഒരൊറ്റ അക്ഷരമാണ്. കാറിൽ പതിപ്പിച്ച ബാഡ്ജിൽ ടാക്സി ഡ്രൈവറുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. വാൻലാൻഡ് റൗഡ്മ എന്നാണ് ഞാൻ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ ആർത്തുള്ള ചിരി കണ്ടപ്പോൾ അതങ്ങനെയല്ല ഉച്ചരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ആ ചിരിയുടെ തുടർച്ചയെന്ന നിലയിലാണ് അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്താണ് ഹിന്ദി അറിയത്തെന്ന് ഞാൻ ചോദിച്ചു. അത് പക്ഷേ അദ്ദേഹത്തെ പ്രകോപിച്ചു എന്ന് തോന്നുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും മിസോയും കലർത്തിയ ഭാഷയിൽ എന്നോട് അദ്ദേഹം കാലുഷ്യതയോടെ പെരുമാറി. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ ഭാഷ നിങ്ങൾ പഠിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആലോചിച്ച് നോക്കിയാൽ ശരിയാണ്. അദ്ദേഹം എന്തിനാണ് ഹിന്ദി പഠിക്കുന്നത്? എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ പരാധീനത വ്യക്തമാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതേ ഞാൻ തന്നെ ഹിന്ദി അറിയാത്ത ഒരാളോട് എന്തുകൊണ്ട് ഹിന്ദി അറിയില്ല എന്ന് ചോദിക്കുന്നു. റോഡരികിലെ ചില കെട്ടിടങ്ങളുടെയൊക്കെ തറ മുളയിൽ നാട്ടിയാണ് നിർത്തിയിരിക്കുന്നത്. വേലികളും മുളകൾ കൊണ്ട് തന്നെയാണ്. മിസോകളുടെ ജീവിതത്തിൽ മുളകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭക്ഷണം, ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം കവിഞ്ഞ് അത് ചരിത്രം കൂടിയാണ്. ലുഷായ് കുന്നുകളിൽ മൗദം എന്ന് വിളിക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രതിഭാസം സംഭവിക്കാറുണ്ട്. 40 വർഷത്തിലൊരിക്കലൊക്കെ മുളകൾ പൂക്കും. അപ്പോൾ ഈ മുളയരി ഭക്ഷിക്കാൻ വേണ്ടി എലികൾ പ്രത്യക്ഷപ്പെടും. നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറത്തുള്ള എലികളുടെ ഒരു കൂട്ടമാണ് വരിക. മൊത്തം ഭൂമിയുടെ പകുതിയും വനമായി മിസോറാമിൽ അത് സാധ്യമാണ് താനും. ഇങ്ങനെ വരുന്ന എലികൾ ഗോത്ര ജനതയുടെ കരുതൽ ധാന്യങ്ങൾ കൂടി നശിപ്പിച്ചിട്ടാണ് പിൻവാങ്ങുക. അവശേഷിക്കുന്നത് കടുത്ത പട്ടിണിയും പകർച്ചവ്യാധികളും. ഇങ്ങനെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ആശ്വാസമായി ഭക്ഷണവും മരുന്നുമായി ലുഷായ് കുന്നുകൾ കയറി മിഷനറികൾ എത്തുന്നത്. മിസോറാം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1960കളിൽ വീണ്ടും ഒരു മൗതം സംഭവിച്ചു. ധാരാളം മനുഷ്യർ മരണപ്പെടുകയും ചെയ്തു. പല കാരണങ്ങളാൽ ഇന്ത്യൻ സർക്കാർ ഇത് അറിയാതെ പോവുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മിസോ നാഷണൽ ഫണ്ട് എന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിനോട് കടുത്ത പകയുണ്ടായിരുന്ന മിസോ നാഷണൽ ഫ്രണ്ട് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയും ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ സ്വതന്ത്ര മിസോറാം എന്ന ആവശ്യവുമായി സായുധമായി തന്നെ ഐസ്വാൾ പിടിച്ചടക്കി. ഇന്ത്യൻ വ്യോമസേന ആക്രമണത്തിലൂടെ പിന്നീട് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾ ഭരണകൂടത്താൽ കൊല്ലപ്പെടുന്ന ആദ്യമായിട്ടായിരിക്കും. ആരാണ് യഥാർത്ഥത്തിൽ മിസോകൾ? വടക്ക് പടിഞ്ഞാറൻ ചൈനയിൽ നിന്ന് മ്യാൻമറിലെ കബാബ് തായ്വരിലേക്കും
അവിടെ നിന്ന് ഇന്നത്തെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കും നടന്ന കാർഷിക കുടിയേറ്റങ്ങളാണ് ഇവിടങ്ങളെല്ലാം ജനവാസത്തിന് കാരണമാകുന്നത്. 15-ാം നൂറ്റാണ്ടിലായിരിക്കണം അവസാനത്തെ കുടിയേറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെ ലുഷായി കുന്നുകളിൽ താമസിച്ചു വന്ന ഗോത്രങ്ങളെല്ലാം ചേർത്ത് കൊളോണിയൽ പീരീഡിൽ ഭരണസൗകര്യത്തിന് വേണ്ടി വിളിച്ചു വന്നതാണ് മിസോകൾ എന്നത്. ക്രിസ്ത്യനും മുസ്ലിമും സിഖും അല്ലാത്ത എല്ലാവരെയും ഹിന്ദു എന്ന് വിളിച്ചതുപോലെ. ദൂരെ കാണുന്ന മലഞ്ചേരിയിലെ പട്ടണമാണ് ഐസോൾ. ജൂം എന്ന് വിളിക്കുന്ന ഷിഫ്റ്റിംഗ് കൃഷിരീതിയാണ് നഗരം ഇങ്ങനെ രൂപപ്പെടാൻ കാരണം. മലഞ്ചെരുവിലെ വനമേഖല വെട്ടിത്തെളിച്ചതിന് ശേഷം തീയിടും. അതിനുശേഷം കൃഷി ചെയ്യും. 5-6 വർഷങ്ങൾക്കപ്പുറം ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ ഈ ഭൂമി ഉപേക്ഷിച്ച് അടുത്ത ഭൂമി കണ്ടെത്തും. ഇതാണ് ജൂം കൾട്ടിവേഷൻ. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ഭൂമിയിലാണ് മനുഷ്യർ താമസിച്ചു തുടങ്ങിയിരിക്കുക. സ്വാഭാവികമായും നഗരവും ഇങ്ങനെയായിരിക്കും രൂപപ്പെട്ടിരിക്കുക. സമതലങ്ങളിൽ നദിയോട് ചേർന്ന് ജനവാസം ആരംഭിക്കുന്നത് പോലെ. നഗരപ്രാന്തത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് നേർത്തതായി മാറുന്നുണ്ട്. ഐസോളിലെ ട്രാഫിക് മര്യാദ വളരെ പ്രശസ്തമാണ്. ഹോൺ മുഴക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരുടെ സിവിക് സെൻസിനെ കുറിച്ച് സാധാരണ കേൾക്കാറുള്ളതാണ്. എനിക്കതിൽ പക്ഷേ മറ്റൊരു അഭിപ്രായമാണുള്ളത്. അടുത്ത ദിവസങ്ങളിൽ അത് പറയാമെന്ന് കരുതുന്നു. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ടാക്സി ഡ്രൈവർ തുടർച്ചയായി സിഗരറ്റ് വലിച്ചു കൂട്ടുന്നുണ്ട്. ടാക്സിയിൽ കയറിയതിൽ പിന്നെ ഒന്നിൽ നിന്നും ഒന്നെന്ന രീതിയിലാണ് അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നത്. Jarkot no. Before KT Fooding and Lodge. I know. मैं जानता हूँ. Because मैं तो वो चांद मारी रास्ता में तो नहीं जाएगा. नहीं. KT Millennium Center. या बाजार असोल में तो बाजार बुक कौन है? मिलेनियम सेंटर से जस्ट डाउन हो जाना, थोड़ा सा डाउन. मिलेनियम सेंटर है. मिलेनियम सेंटर लेंग पहले थिंग चलावा ब्लैक मिलेगा. ब्लैक में मिलेगा. अब हाँ ड्राई एरिया है ना. ओके लेंग पे मो